കർണിസ് വ്ലോഗിലെ ഹർക്കിങ്ങും ട്രക്കിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒസ്ല എന്ന് പറയുന്ന ഒരു സുന്ദരമായ കൊച്ചു ഗ്രാമത്തിലാണ് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 9,000-ഓളം അടി മുകളിലാട്ടോ ഈ ഒരു കൊച്ചു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഗംഗോഡ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഒസ്ല എന്ന ഗ്രാമത്തിൽ ഞങ്ങൾ എത്തിയത്. ഇന്നത്തെ സ്റ്റേ ഇവിടാണ്. ഹർക്കിങ് ട്രക്കിൽ ഒന്നാമത്തെ ദിവസത്തെ സ്റ്റേ വരുന്നത് ഈ ഒരു ഒസ്ല എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഒസ്ല എന്ന് പറയുന്ന ഗ്രാമത്തിലെ ജനങ്ങളുടെ കൾച്ചറലും ഇവിടുത്തെ അവരുടെ ജീവിത രീതികളും അതുപോലെ തന്നെ എങ്ങനെയാണ് അവർ ഇവിടെ കഴിഞ്ഞു കൊണ്ടൊക്കെ നമുക്ക് കാണണം. ഹർക്കിദും ട്രക്കിങ്ങിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു വില്ലേജ് ആയിരുന്നു ഒസ്ല വില്ലേജ്. 9,000-ഓളം അടി മുകളിലായി നിൽക്കുന്ന ഈ ഒരു ഒസ്ല വില്ലേജിന് 1000-ഓളം വർഷം പഴക്കമുണ്ട് കേട്ടോ. നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇല്ലാത്ത ഇവിടെ റേഞ്ചോ അതുപോലെ തന്നെ ഒരാളുടെ കയ്യിൽ പോലും ഫോൺ പോലും ഇല്ല കേട്ടോ. 1-2 വീടുകൾ TV ഉണ്ട്. ഇത് മുഖേനയാണ് ഇവർ പുറത്തുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ അറിയുന്നത്. ഫോണൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കാണുന്ന മലയും കാടും ഒക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതം എന്നാണ് അവർ പറഞ്ഞത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹാപ്പിനെസ്. ഇവിടുത്തെ ഓരോ ആളുകളും കുട്ടികളൊക്കെ വളരെ അടിപൊളിയാണ് കേട്ടോ. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ സംസാരിച്ചൊക്കെ. കേരളത്തിൽ നിന്നാണ് വരുന്നത് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നി കേട്ടോ. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗം എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലും കൃഷിയൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ വീടും മരത്തടികൾ കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ 1000-ഓളം വർഷം പഴക്കം ചെന്ന ക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു ക്ഷേത്രം നല്ല കൊത്തുപണികൾ കൊണ്ട് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ചാട്ടോ. ആപ്പിൾ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഒരു വില്ലേജിലെ ഓരോ വീടും തട്ടുകളായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഒരു വില്ലേജിനെ മനോഹരമാക്കുന്നതും. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയാണെങ്കിലും കൾച്ചറൽ ആണെങ്കിലൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഇവർ തന്നെ കൈകൾ കൊണ്ട് തുന്നിയുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഇവർ ധരിക്കുന്നത്. സ്ത്രീകൾ എപ്പോഴും തല മറച്ചിട്ടാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. പുരുഷന്മാരുടെ തലയിൽ നമുക്കൊരു നല്ല തൊപ്പിയും കാണാൻ പറ്റും. ഈ ഒരു ഗ്രാമത്തിലൂടെ വൈകുന്നേരങ്ങളിൽ നടക്കുമ്പോൾ ഇവർ ഗ്രാമസഭ കൂടിയിരിക്കുന്ന കാഴ്ച, ഷീട്ട് കളിക്കുന്ന കാഴ്ച, വിറകെട്ടുകളുമായി പുല്ലുകെട്ടുകളുമായി നടക്കുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ കളിച്ചിരിക്കുന്ന കുട്ടികൾ, അങ്ങനെ ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ സുന്ദരമായ കാഴ്ചകളെ കാണുമ്പോൾ ആ ഗ്രാമവാസികളുടെ കൂടെ നമുക്ക് ജീവിക്കാനൊക്കെ തോന്നും കേട്ടോ. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ആ ഒരു വില്ലേജിൽ സമ്മാനിക്കുന്നത്. എടുത്താണി ഇവിടുത്തെ കുഞ്ഞു മക്കളാണ് കേട്ടത്. എല്ലാരും ഉണ്ട്. എല്ലാരും ഉഷാറാണ് അല്ലേ? എടുത്താണി അതെ കുഞ്ഞു മക്കൾ തല്ലുകൂടാട്ടോ. ഓടിപ്പോയി എന്തേ ചവരൻ ഹായ് കൊടുക്കി. ഹായ് ഹായ് പറ ഹായ് പറ ഹായ്. ആ ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി ഫുള്ള് മരങ്ങളെ കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. അധിക വീടും മുകളിലായിട്ടാട്ടുള്ളത്. ഫുള്ളായിട്ട് ഫുള്ള് മരങ്ങളെ കൊണ്ട് ഉണ്ടാക്കി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതാട്ടോ ഫാമാണ്. വീടിൻ്റെ അടിയിലാട്ടോ പശുവിൻ്റെ ഫാം വരുന്നത്. പശുവിനെ വളർത്തുന്നൊക്കെ വീടിൻ്റെ അടിയിൽ ഉണ്ടാക്കിയിട്ടാണ്. വീടിൻ്റെ മുകളിലൊക്കെ ഫുള്ള് കല്ലാട്ടോ. നമ്മളെ മറ്റേ നോക്കിയാൽ ഒരു കരിങ്കല്ലാണ് തോന്നുന്നു. ഫുള്ള് കല്ലുകളാണ് എല്ലാ വീടും. നമുക്ക് ഓട് കൊണ്ടാണല്ലോ മറക്കല്, അവിടെ കല്ല് കൊണ്ടാട്ടോ. മാർബിൾ വരുന്ന കല്ലുകളാണ് അധികം വീട് മറക്കാൻ ഒരു മുകളിൽ മേൽക്കൂരൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ പുല്ല്, പശുവിനോടത്തുള്ള പുല്ല് കാരണം
അപ്പോൾ ഒന്നാമത്തെ ദിവസം സ്റ്റേ ചെയ്തത് ഈ ഒരു ഒസ്ല വില്ലേജിലായിരുന്നു കേട്ടോ. ഒരു വീടിൻ്റെ മുറ്റത്താണ് ഞങ്ങൾ ടെൻറ്റ് കെട്ടിയൊക്കെ നിന്നിട്ടോ. വളരെ സ്നേഹമുള്ള ഒരു വീട്ടുകാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ നമ്മളെ രാത്രിയത്തെ ഫുഡ്. നല്ല കഞ്ഞിയും അച്ചാറും ബസ്മതി ചോറും. ബസുമതി ചോറുകൊണ്ട് കഞ്ഞി വെക്കുന്നത് നമ്മളെ കാണാതെ. ഹലോ ഒക്കെ നല്ല ഉറക്കത്തിലാണ്. ഒന്നും നീക്കുന്നില്ല.